കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി കുടിവെള്ളം എത്തിച്ചു കൊടുത്ത മലയാളിയായ സഹോദരിയാണ് ശ്രീലക്ഷ്മി. ഞാൻ അവർക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചിരുന്നു. അവർ പറയാണ്, വളരെ ആഹ്ലാദമുണ്ട്, കേരളം എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറെ പ്രയാസപ്പെടുന്ന ഇസ്രായേലിന്റെ ബോംബ് വർഷത്തിൽ വീടും കിടപ്പാടവും പ്രിയപ്പെട്ടവരുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ, പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ, വെള്ളം കുടിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടേണ്ടി വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നത് എത്രമേൽ ആഹ്ലാദകരമായ കാര്യമാണ് എന്നാണ് ആ സഹോദരി ചോദിക്കുന്നത്. അവിടെ ഒരു ബാനർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, ഗസയിലെ കുഞ്ഞുങ്ങൾ. ആ ബാനറിലുള്ളത് ഈ സഹോദരിക്കും കേരള ജനതയ്ക്കും ആഹ്ലാദത്തോടെയുള്ള നന്ദി പ്രകടനമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ മാനവികതയുടെ മനോഹരമായ സൗന്ദര്യം, ആ വലിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സഹോദരിയെ ഓർമ്മിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഒത്തുകൂടൽ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ലോകത്തുടനീളം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഫ്രീഡം ഫോർട്ടിലെ കുറിച്ചാണ്. 50-ലധികം രാജ്യങ്ങളിൽ നിന്ന് കുറെ മനുഷ്യർ ഗസയിലേക്ക് പുറപ്പെട്ട കപ്പലിൽ കയറുകയാണ്. അവർക്കറിയാം, ആ കപ്പൽ ഒഴുകി പോകുന്നത് മനുഷ്യന്റെ ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യരെ പച്ചക്ക് കൊന്നു തീർക്കുന്ന ഇസ്രായേൽ ഭീകരരുടെ മഠകളിലേക്കാണ് എന്നവർക്കറിയാം. പക്ഷെ അവർ പുറപ്പെടുകയാണ്. 50-ലധികം കപ്പലുകളാണ് ആ ഫ്രീഡം ഫോർട്ടിലേക്കുള്ളത്. എന്താണ് ആ കപ്പലിൽ അവർ സൂക്ഷിച്ചത്? കുടിവെള്ളവും ഭക്ഷണവും. മനുഷ്യത്വത്തിന്റെ മഹാപ്രഖ്യാപനമായി ആ കപ്പലുകൾ ഗസ തീരത്തേക്ക് എത്തിയത് ഇന്നലെയാണ്. പക്ഷേ ആ വലിയ അതിസാഹസിക ദൗത്യത്തിന് പട്ടിണി കിടന്ന് പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും വെള്ളവുമായി എത്തിയ ആ വലിയ മനുഷ്യരെ സ്വീകരിച്ചാനയിക്കുന്നതിന് പകരം ഇസ്രായേൽ സൈന്യം ചെയ്തത് തോക്കു ചൂണ്ടി പേടിപ്പിച്ച് ജയിലടക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു വലിയ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനവുമായി നമ്മൾ ഒത്തുകൂടുന്നത്. നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കുന്നു? മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന, ബോംബ് വർഷിച്ചില്ലാതാക്കുന്ന കിരാതന്മാരായ
ഇസ്രായേലിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നോ അതോ കുടിവെള്ളവുമായി ചെല്ലുന്ന, ഭക്ഷണവുമായി ചെല്ലുന്ന, ചേർത്ത് പിടിക്കാൻ മുദ്രാവാക്യങ്ങളുമായി ഒത്തുകൂടുന്ന മനുഷ്യ സ്നേഹികളുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നോ എന്ന ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലോകം ആ മനുഷ്യ സ്നേഹത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കുകയാണ്. തീർച്ചയായും ആ വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായി ലോകത്തുടനീളം കോടിക്കണക്കിന് ആളുകൾ അണിചേർന്ന് നിൽക്കുമ്പോൾ സമരോത്സുകമായ മനസ്സുമായി കേരളവും അവരുടെ കൂടെ നിൽക്കുകയാണ്. തീർച്ചയായും ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രഖ്യാപനം ഏറെ ചരിത്രപരമാകുന്നത് ആ വലിയ മനുഷ്യ സ്നേഹത്തിന്റെ കൂടെ മനസ്സുകൊണ്ട് ചേർന്ന് നിന്ന് നിർവഹിക്കുന്ന ഒരു മഹാദൗത്യം എന്നതുകൂടി കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ വാർഡ് കൗൺസിലർ പറഞ്ഞതുപോലെ ഒരു വലിയ സ്വപ്നം കൂടി സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ നാടിന് വെൽഫെയർ പാർട്ടി നൽകിയ ഒരു ഓഫർ പൂർത്തീകരിക്കപ്പെടുകയാണ്. കുടിവെള്ളത്താൽ പ്രയാസപ്പെടുന്ന, അതില്ലാതെ ബുദ്ധിമുട്ടുന്ന നാടിന് സ്നേഹകാരുണ്യത്തിന്റെ മഹത്തായ സ്പർശമായി ഒരു കുടിവെള്ള പദ്ധതി തുടക്കം കുറിക്കുന്നു എന്നതിന്റെ ആഹ്ലാദവും സന്തോഷവുമാണ് നമ്മുടെ ഈ സായാഹ്നത്തിന്റെ ധന്യത. ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും ആ ഗ്രൂപ്പിന്റെ പിന്തുണ, പീപ്പിൾ ഫൗണ്ടേഷന്റെ സഹകരണം, നാട്ടുകാരായ പലരുടെയും ചേർത്തുപിടിക്കൽ എല്ലാം ചേർന്നപ്പോഴാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 35 വീടുകൾക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ മറ്റൊരു സൗന്ദര്യം, നമ്മുടെ ഒരു പദ്ധതിയുണ്ട് വേങ്ങരയിൽ. കുറേയധികം വീടുകൾക്ക് വേണ്ടി എല്ലാ വീട്ടിലെയും ടാങ്കിലേക്ക് പടിപടിയായി വെള്ളം വന്ന് നിറയുന്ന ഒരു പദ്ധതി. ഞാൻ ആ പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിലുണ്ടായി. അപ്പൊ അതിങ്ങനെ വിശദീകരിച്ചപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, ഇത് നല്ലൊരു പ്രൊജക്റ്റ് ആണല്ലോ എന്ന്. കാരണം സാധാരണ കുടിവെള്ള പദ്ധതിയിലൊക്കെ ഒരു പൈപ്പാണ് ഒരു വീട്ടിൽ വെക്കുക. ഇവിടെ നമ്മള് വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ വെള്ളവും കൊടുക്കാൻ കഴിയുന്ന ടാങ്കിലേക്ക് തന്നെ വെള്ളമെത്തുന്ന വളരെ ആകർഷകമായ ഒരു പദ്ധതിയാണ് സാറാ കൂടാരത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി വളരെ സന്തോഷത്തോടെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മനോജ് മാഷിന്റെ വീട്ടിൽ നമ്മളതിന് തുടക്കം കുറിക്കുമ്പോൾ, കുടിവെള്ളം ആ കുടിമ്പരിക്ക് കൈമാറുമ്പോൾ ഏറെ ആഹ്ലാദവും സന്തോഷവും നമുക്കുണ്ട്. വെൽഫെയർ പാർട്ടി പഞ്ചായത്തുകളിലൂടെയും മുനിസിപ്പാലിറ്റികളിലൂടെയും മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് വെൽഫെയർ വാർഡ്, ക്ഷേമ ഗ്രാമങ്ങൾ എന്ന കാഴ്ചപ്പാടാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന
വലിയൊരു അവകാശം കൂടിയാണത്. എല്ലാവരുടെയും പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് കഴിയണം. എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവരുടെയും ആരോഗ്യ പ്രശ്നങ്ങളുടെ പരിഹാരം, എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യം, ഇങ്ങനെ ഇന്ത്യയുടെ ഭരണഘടന തന്നെ ഉറപ്പു നൽകിയ മൗലികാവശ്യങ്ങളുണ്ട്. ഇത് പൂർത്തീകരിക്കപ്പെടുക എന്നത് ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന കാഴ്ചപ്പാട് തന്നെ അത്തരം ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം വിവേചനരഹിതമായ ഒരു രാജ്യം രൂപപ്പെടുക എന്നതാണ്. ഇന്ത്യയിൽ ഇപ്പോഴും 1/5 ഗ്രാമങ്ങൾ കുടിവെള്ള സൗകര്യമില്ലാത്ത ഗ്രാമങ്ങളാണ് എന്ന് വേനൽക്കാലമായാൽ ഏറെ പ്രയാസപ്പെടുന്ന ഗ്രാമങ്ങളാണ് എന്ന് രാജ്യത്തിന്റെ കാനേശുമാരി കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ദിവസം ഉപയോഗത്തിനോ 40 ലിറ്റർ വെള്ളം ഇല്ലാത്തവരുടെ എണ്ണം മൊത്തം കുടുംബങ്ങളുടെ 1/5 വരും എന്ന് കണക്കുകൾ വെച്ച് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 18% മനുഷ്യർ ഈ രാജ്യത്ത് കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിന്റെയും സങ്കീർണ പ്രശ്നങ്ങളിൽ ഒന്നാണ് കുടിവെള്ളക്ഷാമം. ഇത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പദ്ധതികളും രാജ്യവ്യാപകമായ നിരവധി പദ്ധതികൾ ഉണ്ടായി വരുന്നുണ്ട്. ഫലപ്രദമായി അത് നടപ്പിലാക്കപ്പെടുമ്പോഴാണ് ഈ നാട് യഥാർത്ഥ വികസനത്തിന്റെ, ജനപക്ഷ വികസനത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുക ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഗവൺമെന്റുകൾ ഇത്തരം ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പദ്ധതികൾക്ക് പ്രാമുഖ്യം കൊടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്. എല്ലാവർക്കും വീടെന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. 30 കോടി കുടുംബങ്ങൾ ഇന്ത്യ രാജ്യത്ത് വീടില്ലാത്തവരായുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെട്ടത് കോവിഡ് കാലത്ത് വാതിലടച്ചിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, അടക്കാൻ വാതിലില്ലാതെ തെരുവിൽ കഴിയുന്ന കുടുംബങ്ങൾ എന്തു ചെയ്യും? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നീല ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി അതിനിടയിൽ കഴിഞ്ഞുകൂടുന്ന നിരവധി കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ദൈന്യതയാർന്ന ചിത്രമാണ്. കേരളക്കരയിലും ഭൂപരിഷ്കരണത്തിന്റെ പെരുമ പറയുമ്പോഴും മൂലഹിതരായ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വെൽഫെയർ പാർട്ടി ഭൂമിക്ക് വേണ്ടിയുള്ള നിരവധിയായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോയി. ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞു, ഭൂരഹിതർക്ക് കൊടുക്കാൻ ഭൂമിയില്ല. 5.5 ലക്ഷം ഏക്കർ ഭൂമി, ഗവൺമെന്റിന്റെ ഭൂമി വലിയ കുത്തകകളുടെ കയ്യിലുണ്ട് എന്ന് കേരളത്തിന്റെ സർക്കാരിന്റെ ഭൂമി അന്യാധീനപ്പെട്ടതിനെ കുറിച്ച് പഠനം നടത്തിയ രാജമാണിക്യം IAS കണ്ടെത്തുകയുണ്ടായി. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു IAS ഓഫീസറാണ് രാജമാണിക്യം IAS. ഈ അടുത്ത് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങളെല്ലാവരും കൂടി സമരം ചെയ്തു ഞാൻ ഏറ്റെടുത്ത ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്
കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭൂമി 5.5 ലക്ഷം ഏക്കർ പലരുടെയും കയ്യിലുണ്ട്. ടാറ്റ മുതലാളിയുടെ കയ്യിൽ, ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കയ്യിൽ, പാട്ടത്തിനെടുത്തതും പാട്ടക്കുടിശ്ശിക കഴിഞ്ഞതും പാട്ടമടക്കാത്തതുമൊക്കെയായ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് ഗവൺമെന്റിന്റെ മുമ്പാകെ വലിയ ഒരു പഠനരേഖയായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ വികസനത്തിന് സാധാരണക്കാരായ ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാകുന്നതിന് വേണ്ടി വലിയ ഒരു മുന്നേറ്റം രാജ്യത്തുണ്ടാകേണ്ടതാണ്. ഭൂമി ലഭ്യമായി എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ സർക്കാർ കണക്കിൽ തന്നെ 26,000-ലധികം കോളനികളുണ്ട്. കോളനി എന്ന് പറയാൻ പാടില്ല എന്നാണ് പുതിയ നിയമം. ഉന്നതി എന്ന് പറയണമെന്നാണ്. പേര് മാറ്റം കൊണ്ടല്ലാതെ പ്രത്യേകമായ ഒരു ഔന്നിത്യ പദ്ധതിയും ആ സെറ്റിൽമെന്റുകളിൽ നടപ്പിലാക്കിയിട്ടില്ല. സൂക്ഷ്മ പഠനം നടത്തിയ ആളുകൾ പറയുന്നത് 40,000-ലധികം കോളനികൾ അല്ലെങ്കിൽ ഉന്നതികൾ കേരളത്തിലുണ്ട് എന്നാണ്. അതിലധികവും ദളിതുകളും ആദിവാസികളും മലയോരങ്ങളിലും കടലോര മേഖലകളിലുമൊക്കെ താമസിക്കുന്ന നിരവധിയായ അടിസ്ഥാന ജനവിഭാഗങ്ങളിലെ ആളുകളും മത്സ്യത്തൊഴിലാളികളും ഒക്കെയാണ് എന്നാണ്. ഇവർക്ക് ഭൂമിയില്ല എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുമ്പിൽ ഒരു സമഗ്ര ഭൂപരിഷ്കരണത്തിന്റെ കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. ഈ 5.5 ലക്ഷം ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കണം. പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി തിരിച്ചു പിടിക്കണം. എന്നിട്ട് കാർഷിക പുരോഗതിക്കൊപ്പം സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് വഴിയൊരുക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. വെൽഫെയർ പാർട്ടി അതിന്റെ വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നത് ഭൂമി, വീട്, കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യ പ്രശ്നങ്ങളുടെ പരിഹാരം തുടങ്ങിയ കാഴ്ചപ്പാടുകളിൽ നിന്നാണ്. ഇതിന് വഴിയൊരുക്കാൻ സാധിക്കുക ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെയാണ്. ഈ സംവിധാനങ്ങളെ കൂടുതൽ കരുത്തോടെ ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ ഗവൺമെന്റുകൾ വഴിയൊരുക്കണം. നിർഭാഗ്യവശാൽ കുറെ കാലമായി ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചും വേണ്ട പിന്തുണകൾ കൊടുക്കാതെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ഗവൺമെന്റുകൾ. ഒരുപക്ഷേ ലൈഫ് മിഷൻ പദ്ധതി പോലും ഫലപ്രദമായി നടപ്പിലാകുന്നില്ല. 4 ലക്ഷം രൂപ വീടിന് നൽകുമെന്നാ പറയാ. 4 ലക്ഷം കിട്ടണമെങ്കിൽ വീടിന്റെ പണി പൂർത്തിയാകണം. പണി പൂർത്തിയാകും മുമ്പേ ബ്ലേഡ് കമ്പനിക്കാരുടെ വലിയ പിടിയിലാണ് ലൈഫ് മിഷൻ പ്രൊജക്റ്റിൽ സാധാരണക്കാരായ പാവപ്പെട്ട കുടുംബങ്ങൾ എത്തിച്ചേരുക. അവസാനം ആ കിടപ്പാടം തന്നെ ജപ്തി ചെയ്യപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരള ഗവൺമെന്റിനോട് വീണ്ടും വീണ്ടും നമ്മൾ ആവശ്യപ്പെടുന്നത് ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ കൃത്യമായ സ്റ്റെപ്പ് എടുക്കണം. 3 സെന്റ് വീതം ഭൂമി എന്ന പദ്ധതി അതെങ്കിലും നടപ്പിലാക്കണം. ഒപ്പം വീടുകൾ ഇല്ലാത്തവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി രൂപീകരിച്ച ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വീടിന് ചുരുങ്ങിയത് 10 ലക്ഷം രൂപയെങ്കിലും നീക്കിവെക്കണം. അത്തരമൊരു മാതൃകാ പ്രൊജക്റ്റാണ് ഗവൺമെന്റ് തന്നെ ചുണ്ടക്കൈ ചൂരൽമല ദുരിതത്തിലകപ്പെട്ടവർക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. അതിന്റെ പകുതിയിലേക്കെങ്കിലും തുക നീക്കിവെച്ചുകൊണ്ട് ഭവനരഹിതർക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം. കേരളത്തിലെ ആരോഗ്യ മേഖലയും ഇതുതന്നെയാണ് പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയാൽ മനുഷ്യത്വത്തിന്റെ അന്തസ് ചോർന്നു പോകും. കിടന്നുകൊള്ളണം വരാന്തയിൽ. പൊട്ടിപ്പൊളിഞ്ഞ
പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഇടങ്ങൾ, ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ കാണാൻ സാധിക്കും. ഇതിന്റെ ഒരു മറുവശം, എല്ലാ അർത്ഥത്തിലും സ്വകാര്യ കുത്തകകൾ ആരോഗ്യ മേഖലയെ പിടികൂടുകയാണ്. അതുകൊണ്ടാണ് വികസനത്തിന്റെ ഒരു മാപ്പിംഗിൽ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളുടെയും സാധാരണക്കാരന്റെ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും വികസനം മൗലികമായ കാര്യമായി മാറണം എന്നുകൂടി നമ്മൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ജനപക്ഷ വികസനത്തിന്റെ നിർണായകമായ ചുവടുവെപ്പുകളായി എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും ആരോഗ്യം എന്ന ആ കാഴ്ചപ്പാടിനെ കൂടുതൽ ശക്തമായി ആവിഷ്കരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചുവടുവെപ്പുകൾ ഈ നാടിന് സാധ്യമാകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയങ്കരിയായ വാർഡ് കൗൺസിലർ സാറാ കൂടാരം ഈ നാടിന്റെ പിന്തുണയിൽ ജനകീയമായ പല മുന്നേറ്റങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ വെൽഫെയർ പാർട്ടിയുടെ ജനപ്രതിനിധികളിൽ ഏറെ ശ്രദ്ധേയമായ വാക്കുകൾക്ക് നേതൃത്വം കൊടുത്ത പ്രിയ സഹോദരിയാണ് സാറാ കൂടാരം. അതിന് ഈ നാട് നൽകിയ വലിയ പിന്തുണയും പ്രോത്സാഹനവും തന്നെയാണ് വഴിവെച്ചത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ജനകീയമായ ഫണ്ടുകളിലൂടെയും ഗവൺമെന്റിന്റെ പിന്തുണയോടെയും ഒക്കെ ഇനിയും ഒരുപാട് പറന്നുയരാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ആ വഴിയിൽ ഇനിയും സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ഒത്തുചേർന്ന മുഴുവൻ ആളുകളെയും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട്, അതോടൊപ്പം ഈ കുടിവെള്ള പദ്ധതിയുടെ ഉപഭോക്താക്കളായ കുടുംബങ്ങൾ ഇതൊരു സ്നേഹസമ്മാനമാണ്. കുടിവെള്ളത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ചുവടുവെപ്പ് നമ്മുടെ മനസ്സുകളിൽ ഗസയിലെ കുഞ്ഞുങ്ങളെ തന്നെ ഓർമ്മിക്കാം. ഒരു മനോഹരമായൊരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. ഒരു കുപ്പിയിൽ എന്തോ ഭക്ഷണം ഇട്ട ശേഷം അടച്ചു വെച്ച് ഒരു കുഞ്ഞുമോൻ ഒരു വലിയ മുദ്രാവാക്യം വിളിച്ച് കുപ്പി ഇങ്ങനെ കടലിലേക്ക് എറിയുകയാണ്. ഇത് ഒഴുകി ഗസയിലെ തീരത്തെത്തും. ആ പട്ടിണി കിടക്കുന്ന മനുഷ്യർ, കുടിവെള്ളമില്ലാത്ത മനുഷ്യർ, പ്രിയപ്പെട്ട നൊന്തുപെറ്റ കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുക്കാൻ കഴിയാതെ തന്റെ കൈവിരൽ കുഞ്ഞുമോന്റെ ചുണ്ടത്തേക്ക് വെച്ച് തേങ്ങിക്കരയുന്ന മാതാവിന്റെ വീട്ടുപടിക്കലേക്ക് അതെത്തും എന്ന് കിനാവ് കണ്ടുകൊണ്ട് ആ കുപ്പി കടലിലേക്ക് എറിഞ്ഞ ഒരു വലിയ പോരാട്ടത്തെ നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ ഫ്ലോട്ടിലകൾ ഗസയിൽ എത്തുമ്പോൾ അവരിറക്കി വെക്കുന്നത് കുടിവെള്ളത്തിന്റെ കുപ്പികളാണ്. തീർച്ചയായും ഒരു മഹാമാനുഷികതയുടെ സന്ദേശം അത് ലോകത്തിന് കൈമാറുന്നുണ്ട്. എത്ര തന്നെ ശത്രുത വിതക്കാൻ ലോക പോലീസ്, അമേരിക്ക ഉൾപ്പെടെ ശ്രമിച്ചാലും മനുഷ്യർക്കിടയിലെ സ്നേഹ സാഹോദര്യത്തിന്റെ നന്മയുടെ വെളിച്ചം കെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് ലോകം നമ്മളോട് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച എറണാകുളം പച്ചാളം സ്വദേശിയായ ആ സഹോദരി നമ്മളോട് പറയുന്നത് ആ അനുഭവം തന്നെയാണ്. ആ അനുഭവത്തിന്റെ വിവിധ ആവിഷ്കാരങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് മാനവികതയുടെ ലോകം തീർത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള ഹൃദയവികാരങ്ങൾ ഊതിക്കാച്ചിയെടുക്കാൻ ഈ സായാഹ്നം സഹായകമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്.